ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി ബ്ലോഗ്. അപ്പോൾ ഇന്ന് മുട്ട കൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ മസാല മുട്ട പൊടിമാസാണ് കേട്ടോ. വളരെ ഈസിയാണ്. ഒരു സ്നാക്സ് ആയിട്ടോ ഒരു ലഞ്ചിനോടൊപ്പം ഒരു സൈഡ് ഡിഷ് ആയിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലൊരു 10-15 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 2 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതായതുകൊണ്ടാണ് കേട്ടോ 2 വറ്റൽമുളക് ഇട്ടിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ഇടാം കേട്ടോ. അപ്പോൾ എന്താ വറ്റൽമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങ് ബ്രൗൺ ഷെയ്ഡൊന്നും ആക്കണ്ട. വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ അതൊന്ന് വറുത്തെടുക്കാമേ. അപ്പോൾ അത് വെളുത്തുള്ളിയൊക്കെ നല്ലോണം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ കണ്ടല്ലോ വറ്റൽമുളകൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം മിക്സിയുടെ ഒരു ജാറിലോട്ട് നമുക്കിതങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിതൊരു ഫൈൻ പേസ്റ്റ് ആയിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളമായി പോകാൻ പാടില്ല. ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്കിത് കിട്ടണേ. അപ്പോൾ ഞാൻ ഇവിടെ കംപ്ലീറ്റ് അതിലോട്ടങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. വെളുത്തുള്ളിയൊക്കെ അരച്ച് വയ്ക്കുന്ന ആ ഒരു മസാലപ്പൊടിക്ക് ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. അങ്ങ് മുട്ടയും കൂടെ ചേരുമ്പോഴത്തേക്കും അടിപൊളിയാണ് കേട്ടോ. മസ്റ്റായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ നമുക്ക് ലഞ്ചിനൊക്കെ സൈഡ് ഡിഷായിട്ടൊക്കെ കൊടുത്തയക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത്. അപ്പോൾ നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ അതാ ഇവിടെ ഞാൻ അതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ ആ ഒരു പരുവത്തിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട് കേട്ടോ. അപ്പം ഒരുപാട് വെള്ളം ഒഴിച്ച് നമ്മളങ്ങ് അരച്ചെടുക്കാനായിട്ട് പാടില്ല. ആ ഒരു പേസ്റ്റ് രൂപത്തിൽ തന്നെ നമുക്ക് കിട്ടണേ. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാമേ. കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ എരിവിന് വേണ്ടി ഞാൻ 2 മുളകേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു കളറൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്കതൊന്ന് ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അതൊന്ന് വറുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ പേസ്റ്റ് നമുക്ക് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാമേ. പേസ്റ്റും കൂടെ ഇട്ടതിന് ശേഷം ഇപ്പം കണ്ടല്ലോ ഏകദേശം എല്ലാ ഒരു ചെറുതായിട്ടൊക്കെ വെള്ളത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി പോലെ ഇരിപ്പുണ്ടല്ലേ. അപ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റി വരണം കേട്ടോ. ആ ഒരു സമയം വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നല്ലോണം അങ്ങ് ഇളക്കി കൊടുക്കണേ. ഇളക്കി കൊടുത്ത് അത് ചെറുതായിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി ഇതാ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് വെള്ളമൊക്കെ വറ്റി ആ എണ്ണയാണ് കേട്ടോ നല്ലോണം ഒന്ന് തിളച്ച് വരുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 3 മുട്ടയുടെ കൺസിസ്റ്റൻസിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ മുട്ട ഓരോന്നായിട്ട് നമുക്കിതിലോട്ടങ്ങ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാമേ. അപ്പോൾ അത് ആ മുട്ട കംപ്ലീറ്റ് അതിലോട്ടങ്ങ് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരെയ്ക്ക് ഇതിൽ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ സമയം നമുക്ക് ആ കൂട്ടിനും മുട്ടയ്ക്കും എല്ലാത്തിനും കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പ് അങ്ങ് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ തവി കൊണ്ട് നമുക്കത് ഇങ്ങനെ ഇളക്കി അതങ്ങ് പൊട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എന്താണ് മുട്ട മസാല പൊടി ആയതുകൊണ്ട് തന്നെ അത് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ പൊടിച്ച് കൊടുക്കുമ്പോഴാണ് അത് അവസാനമാകുമ്പോൾ നല്ല പൊടിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതിൽ ആ ഒരു എന്താണ് പൊടി മസാലയ്ക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നല്ലോണം അതങ്ങ് പൊടിച്ചു കൊടുക്കണേ. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നല്ലോണം ഒന്ന് തവിയിട്ട് നല്ലോണം ഒന്ന് പൊടിച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഇത് ആ വെള്ളമൊക്കെ ആ ഈർപ്പമൊക്കെ ഒന്ന് വറ്റി നല്ലൊരു പൊടി മസാലയായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് തന്നെ. പറഞ്ഞാൽ കുട്ടികൾക്ക് സ്കൂളിനോടൊപ്പം ലഞ്ചിനൊക്കെ ഒരു സൈഡ് ഡിഷായിട്ട് കൊടുത്തയക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടല്ലോ. നല്ലോണം അതങ്ങ് പൊടിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. നല്ലോണം ഒന്ന് പൊടിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട് കണ്ടല്ലോ. നല്ല തുറാന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല സിമ്പിളായിട്ട് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു എഗ് മസാല പൊടിമാസാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ടും അറിയിക്കണം. മുൻപോട്ടും സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഒന്ന് കയറിക്കണ്ട് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ താങ്ക്